ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. വരാനിരിക്കുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. മുൻ വർഷങ്ങളിൽ നമ്മുടെ മാത്സിന്റെ ഭാഗത്ത് നിന്ന് സംഖ്യകൾ കേട്ടോ, കേട്ടിട്ട് മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സംഖ്യകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കേട്ടിട്ട് എക്സാമിന് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ഏരിയ കൂടിയാണ്. സോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ എല്ലാവരും ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും കണ്ട് മനസ്സിലാക്കി പോവുക. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കേട്ടിട്ട് എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് അതിന് തുല്യമായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ 2 raised to 15, ഓപ്ഷൻ ബി 2 raised to 12, ഓപ്ഷൻ സി 2 raised to 81, ഓപ്ഷൻ ഡി 2 raised to 60. അല്ലെ? അപ്പോ ഇത് എപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്ക് മാത്രമല്ല, നോർമലി എല്ലാ LDC, LGS അല്ലെങ്കിൽ PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണിത്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്തരത്തില് 2 ക്യൂബ്, അതായത് നമുക്ക് എക്സ്പോണൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ, ഒരു സംഖ്യയും അതിന്റെ പവറും ഉണ്ട്. പക്ഷെ എല്ലാം 4 പേരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സോ അവരെല്ലാവരെയും കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് നോക്കൂ. 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ്. സോ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഇത്തരത്തില് ഒരേ എക്സ്പോണൻസിനെ പ്ലസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവർ എത്ര പേരുണ്ട് എന്നൊന്ന് എണ്ണി നോക്കാം. ഇവർ എത്ര പേരാണുള്ളത്? 4 പേരാണുള്ളത് അല്ലെ. സോ 4 into 2 ക്യൂബ് എന്ന് നമുക്ക് ഇവരെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് കൗണ്ട് ചെയ്യാം. 5 എണ്ണാണെങ്കിൽ 5 into എന്താണോ വരുന്നത് അത്. ഓക്കെ, ഇവിടെ 4 എണ്ണാണുള്ളത്. സോ 4 into 2 ക്യൂബ് ഇതാണ് ഇതിന്റെ ഉത്തരം. പക്ഷേ ഇവിടെ ഉത്തരം നമുക്ക് ഇത് ഓപ്ഷനിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓപ്ഷനിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ നമുക്ക് ഇതിനെ ഓപ്ഷനിലേക്ക് കൊണ്ടുവരാം? നിങ്ങൾ ഓപ്ഷൻ നോക്കൂ. എല്ലാം 2 ആണ് ബേസ് അല്ലെ. എല്ലാത്തിന്റെയും ബേസ് 2 ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ബേസ് 2 ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ക്യൂബ് ഓക്കെ ആണ്. ആ 4നെ ഇൻ ടേംസ് ഓഫ് 2 നമുക്ക് ആക്കാം. 4നെ 2 കൊണ്ട് എഴുതുന്ന രീതിയിൽ എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4 ആണ് അല്ലെ. സോ 4നെ 2 സ്ക്വയർ എന്നും 2 ക്യൂബ് ഉള്ളത് അതുപോലെയും എഴുതാം. ഇനി നമുക്ക് സിമ്പിൾ ആണ്. ബേസ് രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നോക്കൂ, ബേസ് രണ്ട് സംഖ്യകളിലും 2 ആണ്. പവേഴ്സ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഒന്നില് 2 ആണ്, മറ്റതില് 3 ആണ്. സോ ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 raised to 2 plus 3 എന്ന് എഴുതാം. ഓക്കെ, അതായത് 2 സ്ക്വയർ into 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 raised to 2 plus 3 ആണ്. അതിനുവേണ്ടി നിങ്ങൾ പലപ്പോഴായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. a raised to m into a raised to n is equal to a raised to m plus n എന്ന് പറയുന്ന ഒരു സമവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ 2 raised to 2 plus 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 raised to 5 ആണ്. ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ എ 2 raised to 5 ആണ് ആൻസർ. സോ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇവരെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഓർത്തു വെക്കുക. ഇത്തരത്തില് എക്സ്പോണൻസ് അല്ലെ, ഒരു ബേസ് സംഖ്യയും അതിന്റെ പവറും അതുപോലത്തെ കുറെ സംഖ്യകളെ പ്ലസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവരെ ജസ്റ്റ് എണ്ണി നോക്കുക. 4 എണ്ണാണുള്ളത്. അപ്പൊ 4 into 2 by 3 എന്ന് എഴുതാൻ പറ്റും. 3 എണ്ണമാണെങ്കിൽ 3 into എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. 6 എണ്ണാണെങ്കിൽ 6 into എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 0.008 0.008 raised to minus 30. 0.008 raised to minus 30 എന്നതാണ് ചോദ്യം. സോ ഇവിടെയും നമ്മൾ ആദ്യം പോവേണ്ടത് ഓപ്ഷനിലേക്കാണ്. ഓപ്ഷൻ എല്ലാം 8 ക്യൂബ്, 3 raised to 8, 5 raised to minus 90, 5 raised to 90 എന്നാണ് വന്നിട്ടുള്ളത്. സോ അവിടെ ഒന്നും തന്നെ എന്തില്ല? ദശാംശ സംഖ്യയില്ല, ഡെസിമൽ നമ്പർ വരുന്നില്ല. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ 0.008 എന്നുള്ളതിനെ നമ്മൾ ആദ്യം ഒരു ഭിന്ന സംഖ്യയാക്കി മാറ്റണം. തന്നിട്ടുള്ളത് ഒരു ദശാംശ സംഖ്യയാണ്, ഡെസിമൽ നമ്പർ ആണ്. അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. എങ്ങനെയാ ഇതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാ?
പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റാ ഉള്ളത് നോക്കുക. 1, 2, 3 3 ഡിജിറ്റ് ആണുള്ളത്. സോ നമുക്ക് ഈ 8നെ മാത്രം മുകളിലേക്ക് എഴുതിയിട്ട് താഴെ 3 പൂജ്യമുള്ള സംഖ്യ എഴുതാം. 3 പൂജ്യമുള്ള സംഖ്യ ഏതാണ്? 1000 ആണ് അല്ലെ? എന്താ ചെയ്യണ്ടേ? പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റുകൾ ഉണ്ട് എന്ന് നോക്കി. 3 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 3 പൂജ്യമുള്ള സംഖ്യ നമ്മൾ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എഴുതണം 1000 അല്ലെ? എന്നിട്ട് ആ സംഖ്യയെ മാത്രം എന്ത് ചെയ്യാം? മുകളിൽ എഴുതാം. ഇനി ആ പവറിലുള്ള -13നെ നമ്മള് ഡിസ്റ്റർബ് ചെയ്യുന്നേ ഇല്ല, അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. സോ 8/1000 raised to -30 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 8 കൊണ്ട് 1000നെ വെട്ടിച്ചെറുതാക്കാം അല്ലെ? എത്ര വരും? 1 8 125 into 8 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1000 കിട്ടുന്നത്. സോ 1/125 raised to -30 എന്നതിനെ മാറ്റാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 125നെ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷനകത്ത് രണ്ട് ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും 5ന്റെ പവർ ആയിട്ടാ തന്നിട്ടുള്ളത് അല്ലെ? സോ നമുക്ക് ഈ 125നെ ഒന്ന് 5ന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്താലോ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ക്യൂബ് എന്ന് വെച്ചാൽ 125 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 1/5 ക്യൂബ് റൈസ് ടു 30 എന്ന് എഴുതാം. കറക്റ്റ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 5 റൈസ് ടു 3നെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അത് ഇരിക്കുന്നത് ഛേദത്തിലാണ്, അതിന് നമ്മൾ അംശത്തിലേക്ക് കൊണ്ടുവരണം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോ മനസ്സിലാക്കി വെക്കുക, 1/a എന്നുള്ളതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് a റൈസ് ടു -1 എന്നിടുമ്പോഴാണ്. പവർ നെഗറ്റീവ് ആയിട്ട് മാറും മുകളിലോട്ട് പോകുമ്പോ. ഓക്കെ, അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1/a എന്ന് പറഞ്ഞാൽ a റൈസ് ടു -1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/5 റൈസ് ടു 3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 5 റൈസ് ടു -3 ആയിരിക്കും. പവറിലെ -30 അതുപോലെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n. ഒരെണ്ണത്തിന്റെ പവറില് എഗെയിൻ മറ്റൊരു പവർ വരികയാണെങ്കിൽ അവരെ തമ്മിൽ നമുക്ക് ഗുണിച്ചെഴുതാം. a റൈസ് ടു m ഇൻറ്റു n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 റൈസ് ടു -3 ഇൻറ്റു -30 എന്ന് നമുക്ക് എഴുതാം അല്ലെ? 5 റൈസ് ടു -3 ഇൻറ്റു -30 എന്ന് എഴുതാം. 5 റൈസ് ടു -3 ഇൻറ്റു -30 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 5 റൈസ് ടു 19 ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. 3 ഇൻറ്റു 30 90 ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത്? സ്റ്റെപ്സ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തത് 0.008 എന്നുള്ളതിനെ നമ്മൾ ഭിന്നസംഖ്യയാക്കി മാറ്റി. 8/1000. ഓക്കെ, എങ്ങനെയാണ് ഭിന്നസംഖ്യ ആക്കുന്നത്? നമ്മള് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റുകൾ ഉണ്ട് എന്ന് നോക്കണം. പോയിന്റിന് ശേഷം 3 ഡിജിറ്റുകളാണ് ഉള്ളത്. സോ 3 പൂജ്യമുള്ള സംഖ്യ ആയിരിക്കും താഴെ വരിക, ഛേദത്തിൽ വരിക. അപ്പോ 8/1000. അതിനുശേഷം നമ്മള് 8നെയും 1000നെയും കട്ട് ചെയ്ത് ചെറുതാക്കി 1/125 എന്ന്. നമുക്കറിയാം 125 എന്താണ്? 5ന്റെ ക്യൂബാണ്. സോ 1/5 ക്യൂബാണ്. 1/5 ക്യൂബ് റൈസ് ടു -30 എന്ന് വന്നു. ഇനി ആ താഴെയുള്ള 5 ക്യൂബിനെ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 റൈസ് ടു -3 എന്നായി മാറും. 5 റൈസ് ടു -3 ഇൻറ്റു -30 ആണ് നമ്മുടെ ആൻസർ വരിക. 5 റൈസ് ടു 90 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴായിട്ട് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അടുത്തത് 64 raised to 5/6 plus 27 raised to 1/3 ന്റെ വില എത്രയാണ്? നോക്കൂ, 64 raised to 5/6 കണ്ടോ? 64 raised to 5/6 plus 27 raised to 1/3. ഇതിന്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് 64ന്റെ പവർ 5/6 ഒക്കെ എങ്ങനെ കാണാന്നുള്ളത് അറിയില്ല നമുക്ക് അല്ലെ? സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 64നെ എന്തിന്റെയെങ്കിലും സ്ക്വയറോ ക്യൂബോ ആക്കി നമുക്ക് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ 27നെ എന്തിന്റെയെങ്കിലും സ്ക്വയറോ ക്യൂബോ ആക്കി നമുക്ക് എഴുതാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾക്കറിയാം 8ന്റെ സ്ക്വയർ ആണ് 64 എന്ന്. 9 3ന്റെ ക്യൂബാണ് 27 എന്നൊക്കെ അറിയാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പവറില് 5/6ഉം 1/3ഉം ആണല്ലേ?
ഈ 6നെയും 3നെയും കളയാൻ വല്ല വഴിയുണ്ടോ എന്നും കൂടെ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 64നെ ഏതെങ്കിലും ഒരു സംഖ്യ റേസ് ടു 6 ആക്കി എഴുതാൻ പറ്റിയാൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ 27നെ ഏതെങ്കിലും ഒരു സംഖ്യ റേസ് ടു 3 ആക്കി എഴുതിയാൽ ആ 3ഉം കട്ടായി പോകും. അപ്പൊ എങ്ങനെ നമുക്ക് 64നെ ഏത് സംഖ്യ റൈസ് ടു 6 എന്നാ എഴുതുക എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. 64നെ നമുക്ക് 2 റേസ് ടു 6 എന്ന് എഴുതാം. അതിപ്പോ എങ്ങനെയാ കിട്ടിയത് എന്ന് ആലോചിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 64നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് 3, 2, then വീണ്ടും 2 എടുത്തു കഴിഞ്ഞാൽ 1, 6, പിന്നീട് 2, 8, 2, 4, 2, 2 ഇങ്ങനെ വരും. കണ്ടോ? 2 കൊണ്ട് നമ്മൾ 64 ഘടകക്രിയ ചെയ്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഘടകക്രിയകൾ ചെയ്യുമ്പോൾ എത്ര 2 ഇവിടെ 1, 2, 3, 4, 5, 6 എണ്ണാണുള്ളത്. സോ നമുക്ക് ഈ 64നെ മാറ്റി 2 റേസ് ടു 6 എന്ന് എഴുതിക്കൂടെ? യെസ്. ഇനി പവറിൽ 5/6 അതുപോലെ തന്നെ എഴുതി. പ്ലസ് 27നെ നമുക്ക് ഏതിന്റെ ക്യൂബ് ആയിട്ട് എഴുതാൻ പറ്റും? 3ന്റെ ക്യൂബ് ആയിട്ട് എഴുതാം. 3 ക്യൂബ് റേസ് ടു 1/3. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. 64നെ ആ പവറിൽ കിടക്കുന്നതിന്റെ ഛേദം നോക്കുക, 6 ആണ്. 64നെ ഏത് സംഖ്യ റേസ് ടു 6 ആക്കി മാറ്റാം എന്നാണ് ആലോചിക്കേണ്ടത്. ഓക്കെ. അതുപോലെ 27നെ ഏത് സംഖ്യ ക്യൂബ് ആക്കി മാറ്റാം, അതായത് പവറിൽ 3 വരണം, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടി? 64 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 6 ആണ്, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണ് എന്ന് കിട്ടി. ഇനി എന്താ? 2 റേസ് ടു 6 ഇൻറ്റു 5/6 എന്നാവും. ഇവിടെ 3 റേസ് ടു 3 ഇൻറ്റു 1/3 എന്നും ആവും. ഇനി നമുക്ക് ഇവരെ കട്ട് ചെയ്യാം. ഈ 6ഉം 6ഉം ഈ 3യും 3യും കട്ടായി. അപ്പൊ ബാക്കി എന്താ വരിക? 2 റേസ് ടു 5 പ്ലസ് 3 എന്ന് വരും. 3 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ് അല്ലെ. ഇനി 2 റേസ് ടു 5 എത്രയാ വരുന്നത്? 2 റേസ് ടു 5 ഇവിടുന്ന് നമ്മൾ 5 എണ്ണം നോക്കിയാൽ മതി. 1, 2, 3, 4, 5. അഞ്ചാമത് എടുക്കുന്ന നമ്പർ എത്രയാ? 32. സോ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ആണ്. അപ്പൊ 32 പ്ലസ് 3 എന്ന് വരും. 32 പ്ലസ് 3 35. 35 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. 2 റേസ് ടു 1/2 പ്ലസ് 4 റേസ് ടു 1/8 പ്ലസ് 16 റേസ് ടു 1/8 പ്ലസ് അല്ല അല്ലെ, ഇൻറ്റു ആണ്. 2 റേസ് ടു 1/2 ഇൻറ്റു 4 റേസ് ടു 1/8 ഇൻറ്റു 16 റേസ് ടു 1/8 ഇൻറ്റു 64 റേസ് ടു 1/24 എത്രയാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സോ ഇവിടെയും നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ 2നെ അതുപോലെ തന്നെ 4നെ ഒക്കെ നമുക്ക് 2ന്റെ പവേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. 2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 1, 4 ആണെങ്കിലോ 2 സ്ക്വയർ, 16 ആണെങ്കിലോ 16നെ 2 റേസ് ടു 4 എന്ന് നമുക്കറിയാം. 64നെ നമ്മൾ ഇപ്പൊ ചെയ്തതേ ഉള്ളൂ, 2 റേസ് ടു 6 ആണ് അല്ലെ. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഈ ഓരോന്നിനെയും 2ന്റെ പവറിലേക്ക് കൊണ്ടുവരിക. സോ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം. 2 റേസ് ടു 1/2 ഇൻറ്റു 4 റേസ് ടു 1/8 ഇൻറ്റു 16 റേസ് ടു 1/8 ഇൻറ്റു 64 റേസ് ടു 1/24 ഇങ്ങനെയാണുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 2നെ 4നെ 16നെ 64നെ ഒക്കെ 2ന്റെ പവേഴ്സിലേക്ക് കൊണ്ടുവരാം. സോ 2 റേസ് ടു 1/2 ഇൻറ്റു 2 സ്ക്വയർ റേസ് ടു 1/8 ഇൻറ്റു 2 റേസ് ടു 4 റേസ് ടു 1/8 ഇൻറ്റു 2 റേസ് ടു 6 റേസ് ടു 1/24 എന്നാക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇത് 2 റേസ് ടു 1/2 ആണ് ഇൻറ്റു ഇവിടെ 2 റേസ് ടു 2 ഇൻറ്റു 1/8 എന്നാവും. ഇവിടെ 2 റേസ് ടു 4 ഇൻറ്റു 1/8 എന്നാവും. ഇവിടെ 2 റേസ് ടു 6 ഇൻറ്റു 1/24 എന്നാവും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 4 2 8, ഇവിടെ 24 8, 4 6 24. അപ്പൊ ബാലൻസ് എന്താ ഉള്ളത്? 2 റേസ് ടു 1/2 ഇൻറ്റു 2 റേസ് ടു 1/4 ഇൻറ്റു 2 റേസ് ടു 1/2 ഇൻറ്റു 2 റേസ് ടു 1/4. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടി. തൊട്ട് മുൻപേ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെയാണ് എല്ലാവരെയും 2ന്റെ പവറിലേക്കാക്കി പിന്നീട്
പവേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. പവേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2ന്റെ ടേബിൾ ഉള്ളത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 2^1/2 into 2^1/4 into 2^1/2 into 2^1/4 എന്നാണ്. സോ ഇവിടുന്ന് ബേസ് എല്ലാം തന്നെ എന്താണ്? സെയിം ആണ്. കണ്ടോ, ബേസ് എല്ലാം തന്നെ സെയിം ആണ്. a⁻m into a⁻n നമുക്ക് a⁻m+n ആണെന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2^1/2 plus 1/4 plus 1/2 plus 1/4 എന്ന് നമുക്ക് എഴുതിക്കൂടെ? പവേഴ്സ് എല്ലാവരെയും ആഡ് ചെയ്യുക, ബേസ് ഒരെണ്ണം മാത്രം എഴുതുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കൂ 1/2 plus 1/2 ആരെയും ചേർന്ന് കഴിഞ്ഞാൽ എത്രയാ വരാ? 1 എന്നാണ് വരാ. ഹാഫ് പ്ലസ് ഹാഫ് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്കിവിടെ 2^1 പ്ലസ് ഇത് നോക്കിയേ, കാലും ചേർന്നാൽ എത്രയാ വരാ? ഇതൊന്നും നമ്മള് ഫ്രാക്ഷനിൽ ആഡ് ചെയ്ത് നോക്കൊന്നും വേണ്ട, നമ്മൾ ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. അരയും ചേർന്ന ഒന്നാകും, കാലും ചേർന്നാൽ എത്രയാവും? അരയാവും. അപ്പൊ 1 plus 1/2 എന്നായി, which is equal to 2^2. ഇതെന്താ വരാ? 1 plus 1/2 എന്ന് പറയുമ്പോൾ 3/2 ആണ്. 2^3/2 എന്ന് വരും. ഇനി 2^3/2 നമുക്ക് എവിടെയില്ല? ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2^3/2 ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ 2^3/2ന് ഒന്ന് മാറ്റി എഴുതണം. ഇതിനെ നമുക്ക് 2³ into 2³ എന്ന് എഴുതാം. കണ്ടോ, 2³ എന്ന് എഴുതാം. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8^1/2 എന്ന് വരും. ഏതൊരു സംഖ്യയുടെ പവറിലും 1/2 വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ √8 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് ഇപ്പോ 4^1/2 എന്ന് പറഞ്ഞാൽ √4 ആണ്. 5^1/2 എന്ന് പറഞ്ഞാൽ √5 ആണ്. അപ്പൊ അതുപോലെ 8^1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √8 ആണ്. ക്ലിയർ അല്ലേ? സോ 2^3/2 എന്നുള്ളത് ആൻസർ ആണ്. പക്ഷെ അത് നമുക്ക് എവിടെ കാണുന്നില്ല? ഓപ്ഷനിൽ കാണുന്നില്ല. അപ്പൊ ഓപ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എത്തിക്കണം. ഇതിനെ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എങ്ങനെ മാറ്റി? 2^3/2 എന്നുള്ളത് നോക്കിക്കേ, 2^3^1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് പവേഴ്സിനെയും തമ്മിൽ ഗുണിക്കുന്നതാണ്. 2^3 into 1/2 ആണ് അല്ലെ? അത് എന്ത് തന്നെയാണ്? 2^3/2 ആണ്. അപ്പൊ മനസ്സിലാക്കുക, നമുക്ക് ഇത്തരത്തിൽ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് ഓരോ ചോദ്യത്തിലും വരുത്താം. ഓക്കെ, അപ്പോ 2^3/2 എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയും കൂടെ എഴുതാൻ പറ്റും? 2³ എന്നും കൂടെ നമുക്ക് എഴുതാനായിട്ട് കഴിയും. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, √8 ആണ്. ഓക്കെ, √8 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2^10 plus 2^11 plus 2^12 plus 2^13 is equal to 2^10 into k എങ്കിൽ k യുടെ വില എത്ര എന്നതാണ് ചോദ്യം. നമ്മൾ ആദ്യം ചെയ്ത ചോദ്യമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിൽ പോലും കുറച്ച് വ്യത്യാസമാണ് അല്ലെ? ഇവിടെ 2^10 plus 2^11 plus 2^12 plus 2^13 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ ഇതിനെ നമുക്കൊന്ന് എഴുതാം. 2^10 plus 2^11 plus 2^12 plus 2^13 is equal to 2^10 into k എന്നാണ് വരുന്നത് അല്ലെ? ഞാന് ഈ 2^11നെയും 2^12നെയും 2^13നെയും ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ, 2^10 plus 2^10 into 2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. 2^10 into 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2^11 ആണ്. അതായത് 10 plus 1 11. അതേപോലെ 2^10 into 2 square എന്ന് ഞാൻ 2^12 എഴുതി എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, 2^12 തന്നെയാണ്. പ്ലസ് അടുത്തതിന് അപ്പൊ എങ്ങനെ എഴുതാം? 2^10 into 2³ എന്ന് എഴുതാം. അപ്പൊ എന്താവും? 2^13 തന്നെ ആവും. സോ 2^10 into k ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാലോ, ഇവിടെ ഒരു 2^10 ഉണ്ട്. എല്ലാ ടേമിന്റെ കൂടെയും എന്തുണ്ട്? ഒരു 2^10 ഉണ്ട്. കോമൺ ആയിട്ട് ഔട്ട്സൈഡ് കൊണ്ടുവരണം. സോ 2^10നെ നമ്മൾ ഔട്ട്സൈഡേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഈ പ്ലസ് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ടേമിലേക്ക് നോക്കാം. അവിടെ നിന്ന് ഒരു 2^10 പോയാൽ അവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഒന്നും ഇല്ലല്ലേ? ബാക്കി ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു ഒന്നുണ്ട്. ഓക്കെ, ബാക്കി ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു ഒന്നുണ്ടാവും. പ്ലസ് അടുത്ത ടേം നോക്കൂ, 2^10 into 2.
അവിടെ നിന്ന് 2 raised to 10 പുറത്തോട്ട് പോയാൽ ബാക്കി എന്താ ഉള്ളത്? 2 മാത്രാണുള്ളത് അല്ലെ? അടുത്ത ടേമിലേക്ക് നോക്കൂ. 2 raised to 10 into 2 square. അവിടെ നിന്ന് 2 raised to 10 നമ്മൾ ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? 2 square പ്ലസ് അടുത്ത ടേമിൽ നിന്ന് 2 raised to 10 ഔട്ട്സൈഡിലേക്ക് പോയാൽ 2 cube ആണ് ഉള്ളത്. സോ ഇത്രയും ഭാഗമായിരിക്കും ലെഫ്റ്റ് സൈഡ് നമുക്ക് ഉണ്ടാവുക. റൈറ്റ് സൈഡ് ഒരു മാറ്റവും ഇല്ല. 2 raised to 10 into k തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡുള്ള 2 raised to 10നെയും നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുക 1 plus 2 plus 4 plus 2 cube 8 is equal to k എന്നാണ്. അപ്പൊ ഇനിയിപ്പോ k യുടെ വാല്യൂ ഇനി വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട. ആൻസർ ആയി 1 plus 2 plus 4 plus 8 എന്ന് പറഞ്ഞാൽ 15 ആണ്. k equal to നമുക്ക് എന്തെന്ന് കിട്ടി? 15 എന്ന് കിട്ടി അല്ലെ? 15 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ 2 raised to 10 plus 2 raised to 11 plus 2 raised to 12 plus 2 raised to 13 എന്നുള്ളതിനെ അതിനൊക്കെ നമ്മൾ ഒരു 2 raised to 10നെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 5 raised to n is equal to 625 ആയാൽ 5 raised to n minus 3 എത്രയാണ് എന്നതാണ് ചോദ്യം. ഇതാണ് 5 raised to n എന്ന് പറയുന്നത് 625. ഇത്തരത്തില് നമുക്ക് 3 raised to തരാറുണ്ട്, 2 raised to n തരാറുണ്ട്, അങ്ങനെ പലതും നമുക്ക് തരാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലൊക്കെ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കാണുന്ന നമ്പറിനെ ഇവിടെയുള്ള നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യാം, ഘടകക്രിയകളാക്കുക. 625നെ 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 1 5 5, 2 10, 5 25. വീണ്ടും 5ൽ ചെയ്താൽ 2 10, 5 25. then again 5 ചെയ്താൽ 5 25. അപ്പൊ നമുക്ക് 5 raised to n സമം ഇവിടെ എത്ര 5 ആണുള്ളത്? 4 എണ്ണം. 5 raised to 4 എന്ന് എഴുതാം. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമായില്ലേ? അവിടെ n വരേണ്ട ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് 5 raised to n ആണ്, ഇപ്പുറത്ത് 5 raised to 4 ആണ്. അങ്ങനെയാണെങ്കിൽ n equal to എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. പക്ഷെ കഴിഞ്ഞോ? ഇല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 5 raised to n minus 3 ആണ്. അപ്പോ 5 raised to n minus 3 എന്ന് വെച്ചാൽ 5 raised to 4 minus 3 ആണ്. 5 raised to 4 minus 3 എന്ന് പറഞ്ഞാൽ 5 തന്നെ കേട്ടോ. ആ n minus 3 കാണാനായിട്ട് n ന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. അപ്പൊ 5 raised to 4 minus 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5. അപ്പോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരവായിട്ട് വരിക. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് 3 raised to n ഒരു നമ്പർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പറിനെ 3 കൊണ്ട് നിങ്ങൾ ഘടകങ്ങളാക്കി മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഖ്യകള് ഇപ്പൊ 3 raised to ആയിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ 2 raised to ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ സംഖ്യനെ 2 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വിട്ട ഭാഗത്തുള്ള സംഖ്യ ഏത് എന്നാണ്. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് സമം 9 ക്യൂബ് പ്ലസ് ഡാഷ്. നോക്കൂ, ഈ ഡാഷിന്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 9 ക്യൂബ് പ്ലസ് ഡാഷ്, അതായത് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബിന് കിട്ടുന്ന ഉത്തരമായിരിക്കും എന്തിനുണ്ടാവുക? 9 ക്യൂബ് പ്ലസ് ആ ഡാഷിന്റെ സ്ഥാനത്ത് എഴുതുന്നത്. അത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് 8 ക്യൂബ് ആകാം, അല്ലെങ്കിൽ 11 ക്യൂബ് ആകാം, അല്ലെങ്കിൽ 10 ക്യൂബ് ആകാം, അല്ലെങ്കിൽ 4 ക്യൂബ് ആകാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യൂബ് ഒക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 12 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1728 ആണ്. 1728 ആണ് 12 ക്യൂബ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലെ? അപ്പോ 1728 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1729 ആണ് വരിക. അപ്പൊ അതേപോലെ നമുക്ക് 9 ക്യൂബ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 9 ക്യൂബ് എന്ന് വെച്ചാൽ 729 ആണ് കേട്ടോ. 9 ക്യൂബ് എന്ന് വെച്ചാൽ 729 ആണ്. സോ നമുക്ക് ഈ ഒരു പോർഷനില് ഇവിടെ, അതായത് സമത്തിന്റെ ഇടതുവശത്ത് 1729 എന്ന് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പോ വലതുവശത്തും എന്താവണം? 1729 ആവണം. അതില് ഇത് 729 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ എന്താ വരേണ്ടത്? 1000 അല്ലേ വരേണ്ടത്? 1000ഉം 729ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് 1729 കിട്ടുക. സോ 1000 ഈ ഓപ്ഷനിൽ ഏതാണ് എന്ന് നോക്കിയാൽ മതി. 8 ക്യൂബ് 1000 ആണോ? അല്ല. 11 ക്യൂബ് 1000 ആണോ? അല്ല. 10 ക്യൂബ് 1000 ആണോ? അതെ. അതുകൊണ്ട്
n³ ആണ് ഇവിടെ ആൻസർ വരിക. മനസ്സിലായോ? വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ 12³ എത്രയാണെന്ന് അറിഞ്ഞിരിക്കുമെങ്കിൽ ഈസിയാണ്. അപ്പോ അറ്റ് മിനിമം ഒരു 15 വരേക്കുള്ള ക്യൂബ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു 20 വരേക്കുള്ള സ്ക്വയറും ഒരു 15 വരേക്കുള്ള ക്യൂബും നമുക്ക് കാണാതെ അറിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? 12³ 1728 ആണ്. സോ 12³ + 1 1729 ആണ്. ഇനി 9³ എന്ന് പറഞ്ഞാൽ 729 ആണ്. 729നോട് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 1729 കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. 1000 ആഡ് ചെയ്യുമ്പോഴാണ് 1000 ഓപ്ഷൻ സി 10³ ആണ് അല്ലെ. സോ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. m⁻n = 32 ആണെങ്കിൽ n⁻m എത്ര? ഇതും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. m⁻n എന്ന് പറയുന്നത് 32 ആണെങ്കിൽ n⁻m എത്രയാണ് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, ഏതൊക്കെ സംഖ്യേനെ നമ്മൾ പവറിൽ എഴുതുമ്പോഴാണ് നമുക്ക് 32 കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 എന്താ 32? നമ്മൾ തൊട്ട് മുൻപ് ഒരു ചോദ്യത്തിലും കൂടെ ചെയ്തതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 32നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോ ഇവിടെ എത്രയാ വരിക? 1 6, then again 2 വെച്ചാ 8, പിന്നെയും 2 വരും 4, പിന്നെയും 2 വരും. അപ്പൊ നമുക്ക് 32 എന്നുള്ളതിനെ 2⁵5 എന്ന് എഴുതാം അല്ലെ. 2⁵5 ആണ് എന്ത്? 32. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതായത് m ആണ് 2, n ആണ് 5 എന്ന് കിട്ടി. ശരിയല്ലേ? 2⁵5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ m ന്റെ സ്ഥാനത്ത് 2ഉം n സ്ഥാനത്ത് ആരും ഉള്ളത്? 5ഉം ആണുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് n⁻m അല്ലേ. അതായത് n⁻m എന്ന് വെച്ചാൽ 5² ആകും. തിരിച്ചിടുക. n ന്റെ സ്ഥാനത്ത് ഇവിടെ 5 ആണ്, m ന്റെ സ്ഥാനത്ത് 2 ആണ്. 5². 5² എത്രയാന്ന് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ് ഇത്. പല നമ്പേഴ്സും മാറ്റി മാറ്റി തരാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഓപ്ഷൻ ഡി 25 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5⁻x + 1 - 5⁻x = 2500 ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, എക്സിന്റെ വില എത്രയാണ് എന്നുള്ളത്. 5⁻x + 1 - 5⁻x. ഇതില് 5⁻x + 1നെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണെന്നറിയോ? 5⁻x × 5⁻1 - 5⁻x എന്നാക്കാം. ഓക്കെ, ഇത്ര നേരം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഒരു 5⁻x പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരൊക്കെയാ ഉള്ളത് നോക്കൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് 5⁻x പോയാൽ ബാക്കി ആരാ അവിടെ ഉള്ളത്? 5⁻1 അല്ലെ. അതായത് 5 മാത്രം. മൈനസ് ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 5⁻x പുറത്തേക്ക് എടുത്തു. അപ്പൊ അവിടെ ആരാ ഉണ്ടാവുക? ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു 1 ഉണ്ടായിരിക്കും. 5 - 1 = 2500 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി 5 - 1 നിങ്ങൾക്ക് അറിയാലോ 4 ആണ്. 4 × 5⁻x = 2500 ആണ്. ഇവിടുന്ന് 5⁻x മാത്രം നിർത്തി ഈ 4നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2500/4 എന്നാവും അല്ലെ. അപ്പൊ ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 × 4 = 24, പിന്നീട് 2, then 5 വരും. അതായത് 625 എന്ന് വരും. ഇതിപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളത് 5⁻x = 625 അല്ലെ. 5⁻x = 625. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്തരത്തിൽ 5⁻x = ഒരു സംഖ്യ എന്ന് കിട്ടിയാൽ നിങ്ങൾ 625നെ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ 5⁻ എത്രയാണ്? 5ന്റെ പവറിൽ ഏത് സംഖ്യ വരുമ്പോഴാണ് നിങ്ങൾക്ക് 625 കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. 5⁻4 ആണ് 625 അല്ലെ. 5⁻4 ആണ് 625. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വില എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, 625. യെസ്, 5⁻4 ആണ് 625. സോ എക്സ് നമുക്ക് എന്തെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ചെറിയൊരു റീഅറേഞ്ച്മെന്റ്. അത് എന്താ ചെയ്യണേന്നുള്ളത് ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് ഓർമ്മ വരും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. എക്സ് = 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
216/1/3 സമം എത്ര എന്നതാണ് ചോദ്യം. 216/1/3. എടാ 216/1/3 അങ്ങനെ അല്ലെങ്കിൽ ഏതൊരു സംഖ്യ x⁻⁴ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, ഏതൊരു സംഖ്യ ⁻², ഇപ്പൊ x⁻² എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോ ഏതൊരു സംഖ്യ ⁻⁴ എന്ന് പറഞ്ഞാലും അതിനർത്ഥം ആ ക്യൂബാണ്, ആ സംഖ്യയുടെ ക്യൂബ് റൂട്ട് ആണ് നിങ്ങൾ കാണേണ്ടത്. ക്യൂബ് റൂട്ട് ഓഫ് 216. അതായത് ഏത് സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ 2 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 216 കിട്ടും. നോക്കൂ, 6 ഗുണം 6 ഗുണം 6 എത്രയാ? 216 ആണ് അല്ലെ? 6 ഗുണം 6 ഗുണം 6 216 ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റി? 6 ക്യൂബ് ആണ് 216. 6 ക്യൂബ് സമം 216 ആണെങ്കിൽ പഠിച്ചു വെച്ചോളൂ, ക്യൂബ് റൂട്ട് ഓഫ് 216 ആണ് 6. മനസ്സിലായോ? 6 ക്യൂബ് എന്നുള്ളത് 216 ആണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 216 ആണ് 6. സോ അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ക്യൂബ് റൂട്ട് ഓഫ് 216 എത്രയാണ് എന്ന്. ഓപ്ഷൻ ബി ആണ്, 6 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതൊരു സംഖ്യയുടെ പവറിലും 1/3 ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് സംഖ്യയുടെ ക്യൂബാണ് ആ തന്നിട്ടുള്ള സംഖ്യ എന്നതാണ്. അതേപോലെ ഇപ്പോ 64 അല്ലെങ്കിൽ 64:1/2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം റൂട്ട് ഓഫ് 64 എത്രയാണെന്നാണ്. ഏത് സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത് എന്നതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് ഇന്ന് നമ്മളുടെ ചോദ്യങ്ങൾ. അപ്പൊ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കേറ്റിന് ചോദിക്കാറുള്ള ഓരോരോ ടോപ്പിക്കിൽ നിന്നും ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.